മക്കയിലെ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലം. സിറിയയിലേക്കുള്ള വലിയ കച്ചവട സംഘം പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അബൂ ത്വാലിബ് തന്റെ ഒട്ടകങ്ങളെ ഒരുക്കി സാധനങ്ങളെല്ലാം കെട്ടിവെച്ചു. മാസങ്ങൾ നീളുന്ന കിലോമീറ്ററുകളോളം മണലാരണ്യത്തിലൂടെ നടക്കേണ്ട കഠിനമായ യാത്രയാണത്. 8 വയസ്സുകാരനായ ബാലനെ ഇത്രയും വലിയ യാത്രയിൽ കൂടെ കൂട്ടുക എന്നത് പ്രായോഗികമായിരുന്നില്ല. അബൂ ത്വാലിബ് യാത്ര പുറപ്പെടാൻ ഒട്ടകപ്പുറത്ത് കയറി. ആ നിമിഷം ആ ബാലൻ തന്റെ പിതൃവിന്റെ അടുത്ത് ചെന്ന് ഒട്ടകത്തിന്റെ കടിഞ്ഞാണിൽ മുറുകെ പിടിച്ചു. സങ്കടം സഹിക്കാനാവാതെ ആ കുഞ്ഞു പറഞ്ഞു, എനിക്ക് ഉമ്മയില്ല, ഉപ്പയില്ല, വലിയുപ്പയുമില്ല. ഇപ്പോൾ അങ്ങും എന്നെ വിട്ടുപോവുകയാണോ? എന്നെ ആരുടെ അടുത്താണ് ഏൽപ്പിക്കുന്നത്? ആ വാക്കുകൾ അബൂ ത്വാലിബിന്റെ ഹൃദയത്തിൽ തറച്ചു. തന്റെ സഹോദരൻ അബ്ദുള്ളയുടെ ഏക മകൻ, പിതാവ് അബ്ദുൽ മുത്തലിബ് തന്നെ ഏൽപ്പിച്ച അമാനത്ത്, ആ കുഞ്ഞിനെ കരയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. കച്ചവട സംഘത്തിലെ മറ്റുള്ളവർ ഉപദേശിച്ചു, അബൂ ത്വാലിബ്, മരുഭൂമിയിലെ ചൂടും കാറ്റും ഈ കുഞ്ഞിന് താങ്ങാനാവില്ല. അവനെ മക്കയിൽ ആരുടെയെങ്കിലും കൂടെ നിർത്തുന്നതാണ് നല്ലത്. പക്ഷേ അബൂ ത്വാലിബ് ഉറപ്പിച്ചു പറഞ്ഞു, അല്ലാഹുവാണേ സത്യം, ഞാനിനി ഇവനെ പിരിയില്ല. ഇവൻ എന്നോടൊപ്പം വരും. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യും, ഒരുമിച്ച് മടങ്ങിയെത്തും. അദ്ദേഹം ആ ബാലനെ എടുത്ത് ഒട്ടകപ്പുറത്തിരുത്തി. അങ്ങനെ ചരിത്രപ്രസിദ്ധമായ ആ യാത്ര ആരംഭിച്ചു. മക്കയുടെ അതിർത്തികൾ പിന്നിട്ട് അവർ അനന്തമായ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. സൂര്യൻ ആകാശത്ത് കത്തിജ്വലിക്കുകയാണ്. കിലോമീറ്ററുകളോളം തണലില്ലാത്ത മണൽക്കാടുകൾ. കച്ചവട സംഘത്തിലെ മുതിർന്നവർ പോലും ചൂടുകൊണ്ട് തളർന്നു. പക്ഷേ ആ കച്ചവട സംഘം ഒരു അത്ഭുതം ശ്രദ്ധിച്ചു. കഠിനമായ വെയിൽ എല്ലാവരെയും പൊള്ളിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഒട്ടകത്തിന് മുകളിൽ മാത്രം എപ്പോഴും ഒരു കുളിർമയുണ്ടായിരുന്നു. ആകാശത്ത് നിന്നൊരു ചെറിയ മേഘത്തുണ്ട് ആ ബാലൻ പോകുന്നിടത്തെല്ലാം ഒരു കുട പോലെ കൂടെ നീങ്ങുന്നു. കാറ്റ് വീശിയാലും ദിശ മാറിയാലും ആ മേഘം ആ ബാലനെ വിട്ടുപോയില്ല. കച്ചവടക്കാർ പരസ്പരം വിസ്മയത്തോടെ നോക്കി. ഇത് വെറുമൊരു കുട്ടിയല്ലെന്ന് അവരിലെ ബുദ്ധിയുള്ളവർക്ക് അപ്പോൾ തന്നെ തോന്നിത്തുടങ്ങിയിരുന്നു. യാത്രക്കിടയിൽ ഒരു മരത്തണലിൽ വിശ്രമിക്കാൻ സംഘം തീരുമാനിച്ചു. ആളുകൾ ഓരോ മരത്തിന് താഴെയും സ്ഥലം പിടിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന് താഴെ ഇരുന്നപ്പോൾ ആ മരത്തിന്റെ ചില്ലകൾ അദ്ദേഹത്തിന് കൂടുതൽ തണൽ നൽകാനായി താഴ്ന്നുകൊടുത്തു. സൂര്യന്റെ വെളിച്ചം ഒരു തരി പോലും ആ മുഖത്തെ ഏൽക്കാത്ത വിധം പ്രകൃതി ആ ബാലനെ സംരക്ഷിച്ചു. ഈ കൊച്ചു ബാലന്റെ മേൽ പ്രകൃതി കാണിക്കുന്ന സവിശേഷമായ ആദരവ് സിറിയയുടെ അതിർത്തിയിലെത്തുമ്പോൾ അതിലും വലിയൊരു വെളിപ്പെടുത്തലിലേക്ക് അവരെ നയിക്കുകയാണ്. ഒരു നിഗൂഢ പുരോഹിതൻ അവരുടെ യാത്രയെ വഴിതിരിച്ചു വിടുകയും ലോകം കാത്തിരിക്കുന്ന ആ വലിയ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.